ഈശോയിൽ സ്നേഹമുള്ളവരെ, സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 34 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. 34-ാമത്തെ തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്: അവൻ ശിഷ്യന്മാരോടൊപ്പം ജനക്കൂട്ടത്തെയും തന്റെ അടുക്കലേക്ക് വിളിച്ചു വരുത്തിയിട്ട് പറയുന്നു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന്. ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നുള്ളത് ഓരോ ക്രൈസ്തവന്റെയും കടമയാണ്. ചിലപ്പോഴെങ്കിലും അത് എന്റെ പണിയല്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇത് സമർപ്പിതരുടെയും വൈദികരുടെയും ഒക്കെ ജോലിയല്ലേ എന്ന് ചിന്തിക്കുന്ന ജനസമൂഹത്തോട് സഭ എന്ന് പറയുന്നത്, മാമോദീസ മുങ്ങിയ ഓരോരുത്തരുടെയും കടമയാണ് ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നുള്ളത്. നാം ഒക്കെ ആ കടമയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ, നമ്മുടെ കടമയെ നാം നിസ്സാരവൽക്കരിക്കുമ്പോൾ, അറിഞ്ഞോ അറിയാതെയോ നാം ഓരോരുത്തരും ദൈവിക പദ്ധതിയെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്താനുകരണം നിർദ്ദേശിക്കുന്ന ചില ചട്ടങ്ങളും ത്യാഗങ്ങളും ഒക്കെ സഹിക്കുവാനായിട്ട് മനസ്സില്ലാത്തത് കൊണ്ടല്ലേ ഇത് നമ്മുടെ പണിയല്ല എന്ന് പറഞ്ഞ് പലപ്പോഴും നാം ഒക്കെ മാറുക. ക്രിസ്തുവിന്റെ അടുത്തേക്ക് വരുന്നവർക്ക് മാത്രമാണ് അവനെ അനുഗമിക്കുവാനായിട്ട് കൃപയുണ്ടാവുന്നത്. ഞാൻ ഇന്ന് എന്റെ ക്രിസ്തുവുമായിട്ട് എത്രമാത്രം അടുപ്പത്തിലാണ് എന്ന് ധ്യാനിക്കാം. ക്രിസ്തുവിനോടൊപ്പമാകുവാനായിട്ട്, അവന്റെ അടുത്തിരിക്കുവാനായിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ശ്രമം നടത്താറുണ്ടോ? എല്ലാവരും എന്റെ അടുത്തേക്ക് വരണം, എന്നെ അനുഗമിക്കണമെന്ന വാശിയൊന്നും ക്രിസ്തുവിനില്ല. അത് ഓരോരുത്തന്റെയും സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുക്കുകയാണ് ക്രിസ്തു. നമ്മുടെ വ്യക്തിത്വങ്ങളെ അവിടുന്ന് മാനിക്കുന്നുണ്ട്. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മുടെ ഈ സ്വാതന്ത്ര്യം നമുക്ക് വിനയായിട്ട് മാറുന്നുണ്ട്. സ്നേഹമുള്ളവരെ, സ്വയരക്ഷയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരായി മാറാതെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരാകുവാൻ വചനം ഓർമ്മിപ്പിക്കുകയാണ്. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടമാക്കിയാൽ അവൻ എന്താണ് പ്രയോജനം? നമ്മുടെ ജീവിത മേഖലയിലൊക്കെ ക്രിസ്തുവിനോടൊപ്പമാകുവാനും അവന്റെ അടുത്തിരിക്കുവാനും അവനെ അനുഗമിക്കുവാനുമുള്ള കൃപാവരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.